നമുക്ക് ചില സമയങ്ങളിൽ വിശപ്പ് നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അങ്ങനെയുള്ളവർക്ക് ഈ ചട്നി കൂട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡുകൾ തന്നെ നമുക്ക് നല്ലൊരു ക്ഷീണം കുറഞ്ഞ് ആരോഗ്യം കൂടുന്നതായിട്ട് അറിയാം. പിറ്റേ ദിവസം തൊട്ട് നമുക്ക് വിശപ്പ് കുറഞ്ഞു തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ ഫുഡിൽ ഈ സംഭവം ഒന്ന് ആഡ് ചെയ്താൽ മതി. നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ഹെൽത്തിന് നല്ലത്. ഇത് പിള്ളേർക്കും നമുക്കും എല്ലാം കഴിക്കാവുന്നതാണ്. ചില സമയങ്ങളിൽ നമുക്ക് പൊതുവെ വിശപ്പ് കൂടാറുണ്ട്. അപ്പോൾ ആ സമയത്തും നമുക്ക് ആരോഗ്യക്കുറവ് തോന്നുന്ന സമയത്തും ഈ ചട്നി ഉണ്ടാക്കുക വളരെ എളുപ്പമാണ്. നമുക്ക് മുതിര വേണം, പുളി വേണം, മുളക് വേണം, ഇഞ്ചി വേണം, കറിവേപ്പില വേണം, അത്രയും കാര്യങ്ങൾ മതി. ഇതിനെ ഒന്ന് പ്രത്യേക രീതിയിലെടുത്ത് ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ തണുത്തിട്ട് വേണം. പിന്നെ ഇത് നമുക്ക് കൂടുതൽ വിശപ്പും വണ്ണമുള്ളവർക്ക് വെളിച്ചെണ്ണയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. അല്ലാത്തവർക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എങ്ങനെ കഴിച്ചാലും പ്രയോജനമുണ്ട്. വെളിച്ചെണ്ണ നമ്മുടെ ബോഡീനെ ചുരുക്കാൻ പറ്റുന്ന ഒരു കാര്യം. കുറഞ്ഞ് നല്ല ബോഡി ഷേപ്പ് കിട്ടാനും നല്ല ഒരു ഹെൽത്തിനും ഇത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന അറിയാൻ ഈ വീഡിയോ ഫുള്ള് കാണുക. ഒന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രീതിയിൽ പലപ്പോഴായിട്ട് നമ്മളിതിൻ്റെ ഉപ്പും ഇച്ചിരി പഞ്ചസാരയും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫുള്ള് കണ്ടിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പം അതിൻ്റെ അകത്ത് ഉലുവയും വേറെ നാരകത്തിൻ്റെ എല്ലാം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കും. പക്ഷെ മുതിര എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട. ഇതിനൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പം നമ്മളിതിന് വേറെ രീതിയിൽ ഇതിന് ടേസ്റ്റ് കൂട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഒരു അര സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേറെ വേണമെങ്കിൽ ഇട്ട് ഇളക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം പൊടി എടുക്കണം. അതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും പുളിയും ഒക്കെ കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയും പുളിയും കൂടെ തന്നെ അരിഞ്ഞാൽ അതങ്ങ് പൊടിയാതെ പോകും. അതുകൊണ്ടാണ് കുറച്ച് പൊടിക്കാത്തിട്ട് നമ്മളിത് ഒന്ന് അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു. നമ്മളിതിനെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിടണം. എന്നിട്ട് ഇതൊന്നുകൂടെ അരച്ചെടുക്കണം. ഇപ്പം നമ്മളതിന് ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു സമയത്താണ് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. 1 കിലോ മുതിര, 1 തേങ്ങ, ഉണ്ടപ്പുളി, ചതച്ച മുളക് 1 കവറ്, ഇഞ്ചി ഇത്രയും, പിന്നെ കറിവേപ്പില 3-4 കതിർപ്പ്, ചിരണ്ടിയത് വറുക്കുക. പിന്നെ ഇത് 1 കിലോ മുതിരയാണ്. മുതിര ഇതിനെ കഴുകിയെടുക്കണം തേങ്ങ വറുക്കുമ്പോഴത്തേനും. നമുക്ക് ഇഞ്ചി ജസ്റ്റ് ഇങ്ങനെ ചതച്ചു. ആ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ചതച്ചെടുത്ത് വേണം തേങ്ങാപ്പേരിക്കകത്തിട്ട് വറക്കാൻ നേരത്ത് നമുക്ക് എളുപ്പത്തിന് തേങ്ങ ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചിരണ്ടിയിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ ഒരേ രീതിയിൽ വറുത്തെടുക്കാൻ പറ്റും. ഇഞ്ചി ഉപ്പും കൂടെ ഇടിച്ചത് ഇതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ ഇളക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുമ്പം ഇതിനകത്ത് കറിവേപ്പിലയും വേറെ 1-2 സംഭവം കൂടെ ചേർത്ത് തേങ്ങയും ഇഞ്ചി ഉപ്പും ഇത്രമായിട്ടുണ്ട്. മൂത്തു. ഇനിയിപ്പോൾ നമ്മൾ അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴന്ന് ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് പുളിയും കൂടി ഇട്ട് കൊടുക്കണം. ഉണങ്ങി കഴിയുമ്പോഴത്തേനും തീ നിർത്തണം. മുളക് ഒരു 50 ഗ്രാം എടുക്കുക. നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം. മുളകിട്ടിട്ട് ഇളക്കും. മുളക് കരിഞ്ഞു വാരിക്കാനാണ് തീ നിർത്തിയിട്ട് ഇളക്കാൻ പറയുന്നത്. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ചൂടത്ത് തന്നെ അതൊന്ന് ഓക്കെ ആയി കിട്ടണം. പിന്നെ നമ്മുടെ പുളി കുരു കളഞ്ഞ് എടുത്തു വെച്ചേക്കുന്ന പുളിയാണ്. എടുത്തു കൊടുക്കുക. ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ച് എടുത്തു കൊടുക്കണം. എന്നിട്ട് അതും കൂടി ഇട്ട് ഇളക്കുക. എന്നിട്ട് നമുക്ക് മുതിര കഴുകിയെടുക്കാം. നന്നായിട്ട് ഇത് അവിടെ ഇരുന്ന് സെറ്റാവും. ഇതൊക്കെ തീ കെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഉണങ്ങിയെന്ന് മാത്രം നിങ്ങളിങ്ങനെ ഒന്ന് പൊടിഞ്ഞ് നോക്കണം. മുതിര നമ്മൾ 1 കിലോ കഴുകാനെടുക്കുക. കഴുകിയിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് വേണം വറുക്കാനായിട്ട്. മുതിര കഴുകിയതാണ്. കഴുകിയെടുത്തിട്ട് അരിച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. ഇതുണ്ടോ നമ്മുടെ മുതിര കുഞ്ഞായിട്ട് പൊട്ടിത്തുടങ്ങി ഇങ്ങനെ ഉരുണ്ട് വന്നു. ഇത് ഒരുപാട് കരിയണ്ട. ഇനി നമുക്ക് നിർത്തി തണുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. സാധാരണ നമുക്ക് തീ നിർത്താം. മുതിര തണുക്കാനായിട്ട് ഇട്ട് വെച്ചാണ് വറുത്തിട്ട്. ഇനി നമുക്കത് മിക്സിയിലിടണം.
ഉപ്പിട്ടിട്ട് വേണം ഇട്ട് 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേറെ വേണമെങ്കിൽ ഇട്ട് ഇളക്കാം. അതിൻ്റെ കൂടെ നമുക്ക് 1 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് വരെ നമുക്ക് പൊടിക്കണം. അതുകൊണ്ടോ പൊടി എന്ന് പറയുമ്പോൾ നല്ല നൈസാവുന്നു. ഇതിനെ അരിച്ചൊന്നും എടുക്കണ്ട. ഇതിൻ്റെ പകുതി പൊടി നമുക്കൊന്ന് കുടഞ്ഞ് മാറ്റി വെക്കണം. പകുതി പൊടി നമ്മൾ ഈ ചമ്മന്തി ഒന്ന് കൈ വെച്ച് ഇളക്കി കൂട്ടിയെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പകുതി പൊടി ഇതിലോട്ട് മാറ്റി വെച്ചു. ഇനി ബാക്കി 1/4 ഭാഗം പൊടി എടുക്കണം. അതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും പുളിയും ഒക്കെ കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങയും പുളിയും കൂടെ തന്നെ അരിഞ്ഞാൽ അതങ്ങ് പൊടിയാതെ പോകും. അതുകൊണ്ടാണ് കുറച്ച് പൊടിക്കാത്തിട്ട് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഒന്ന് അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു. നമ്മളിതിനെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിടണം. എന്നിട്ട് ഇതൊന്നുകൂടെ അരച്ചെടുക്കണം. ഇപ്പം നമ്മളതിന് ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു സമയത്താണ് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. മിച്ചം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്കിതിനെ ഇളക്കുക. അപ്പോൾ ഇളക്കുമ്പോൾ നമ്മളൊന്ന് കൈ വെച്ചിളക്കി കൊടുക്കുകയാണ് നല്ലത്. എല്ലാം ഒന്ന് നല്ലതായിട്ട് യോജിച്ച് വരാൻ. അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇച്ചിരി സമയം എടുക്കും. ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ മാറ്റി ഇളക്കുക. അപ്പോൾ നമ്മുടെ നന്നായിട്ട് കൂട്ടിയിട്ട് ഒന്നുകൂടെ തണുത്തിട്ട് വേണം ടിന്നിലെടുത്ത് വെക്കാനായിട്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് മധുര ചമ്മന്തിപ്പൊടി. താങ്ക് യു.